രാത്രികളിൽ ആകാശത്തെ എണ്ണമറ്റ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണുള്ളത്? ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്നും നമുക്കൊരു കൗതുകമാണല്ലേ? ഏതൊരു വസ്തുവിനെ പോലെ തന്നെ നക്ഷത്രങ്ങൾക്കും ആയുർരേഖ ഉണ്ട്. നക്ഷത്രങ്ങളുടെ ജനനം മുതൽ മരണം വരെയാണ് ഇന്നത്തെ ബ്രെയിൻ വേവ് ടോക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ഹൈഡ്രജനും ഹീലിയവും ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേകതരം മേഘങ്ങളുടെ കൂടിച്ചേരലിന്റെ ഫലമായാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അവയെ നെബുല എന്ന് വിളിക്കുന്നു. ഈ നെബുല മേഘങ്ങളുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 5 തൊട്ട് 10 ലൈറ്റ് ഇയർ വരെ നീളമുണ്ടായിരിക്കും. ഇത്തരം മേഘങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ ആ പോയിന്റിൽ കൂടുതൽ മാസ് രൂപപ്പെടുന്നു. അങ്ങനെ ഈ ഒരു പോയിന്റ് ചുറ്റിനുമുള്ള ഗ്യാസിനെ വലിച്ചെടുക്കുവാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ സ്റ്റാറിനെ പ്രോട്ടോസ്റ്റാർ എന്ന് വിളിക്കുന്നു. ഇത്തരം പ്രോട്ടോസ്റ്റാറുകളിൽ ചിലതിനു മാത്രമേ നക്ഷത്രമായി മാറാനുള്ള അത്രയും മാസ് ഉണ്ടായിരിക്കൂ. ഇല്ലാത്തവയെ ബ്രൗൺ ഡോഫ് എന്ന് വിളിക്കുന്നു. ഇതേസമയം ഒരു പ്രോട്ടോസ്റ്റാറിൽ ആവശ്യത്തിന് മാസ് വരുമ്പോൾ അവ സ്റ്റാറായി മാറപ്പെടുന്നു. അവയുടെ സെന്ററിൽ ധാരാളം ഹീറ്റ് ഉണ്ടാകുന്നു. ഈ ഹീറ്റ് കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു. ഹൈഡ്രജൻ ആറ്റംസ് കൂടിച്ചേർന്ന് ഹീലിയമായി കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഫ്യൂഷനിലൂടെ ക്ലൗഡ് ചെറുതായി വരുന്നു. ഈ റിയാക്ഷന്റെ ഫോഴ്സ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശക്തമായി അടിക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്ന് അകത്തേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പുഷും ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ ഫലമായി സ്റ്റാറിന് ഒരു ഷേപ്പ് വരുന്നു. അപ്പോഴും ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഹൈഡ്രജന്റെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാ ഹൈഡ്രജൻ ആറ്റവും ഹീലിയമായി മാറിക്കഴിഞ്ഞിരിക്കും. ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂഷൻ നടക്കുന്നത് ഹീലിയം ആറ്റത്തിൻ്റെതായിരിക്കും. ഹൈ എനർജിയിൽ ഹീലിയം ആറ്റത്തിന് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് അത് കാർബണും ഓക്സിജനുമായി മാറുന്നു. അപ്പോഴേക്കും പുറത്തു വരുന്ന ശക്തമായ എനർജി കാരണം അകത്തു നിന്നുള്ള എനർജിയുടെ പുഷ് അതികഠിനമാകുന്നു. അത് തീവ്രമായ ചുവന്ന പ്രകാശം പോലെ പുറത്തു വരുന്നു. അപ്പോൾ നക്ഷത്രം വല്ലാണ്ട് വലുതായി കാണപ്പെടുന്നു. അങ്ങനെ കാണുന്ന നക്ഷത്രങ്ങളെ റെഡ് ജയന്റ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിലുള്ള റെഡ് ജയന്റിന്റെ കോറും സർഫസും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ കോറിൽ നിന്നും സർഫസിലുള്ള പിടുത്തം കുറയുന്നു. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ സർഫസ് കോറിൽ നിന്നും വേർപെട്ട് ദൂരേക്ക് പോകുന്നു. കോറിലെ ഹീലിയം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് കാർബണും ഓക്സിജനുമായി മാറ്റപ്പെട്ടിരിക്കാം. അങ്ങനെ ഹീലിയത്തിന്റെ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ ശേഷം അതിൽ എനർജി റിലീസ് ചെയ്യുന്ന പരിപാടി കാണില്ല. അപ്പോൾ അത് ബ്രൈറ്റ് ആയ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഡെൻസിറ്റി കൂടിയ ഒരു പോർഷനായി മാറുന്നു. അതിനെ വൈറ്റ് ഡോഫ് എന്ന് വിളിക്കുന്നു. റിയാക്ഷൻ ഒന്നും നടക്കാതെ വൈറ്റ് ഡോഫിന്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് പോയി ഒരു കറുത്ത രൂപത്തിലേക്ക് എത്തുന്നു. അവസാനം അവയെ ബ്ലാക്ക് ഡോഫ് എന്നും പറയപ്പെടുന്നു. സ്റ്റാറിന്റെ വലിപ്പം അനുസരിച്ച് അവയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന് മാറ്റം വരുന്നു. വളരെ വലിയ സ്റ്റാറുകൾക്ക് റെഡ് ജയന്റ് അവസ്ഥയിൽ അകത്തുനിന്നും പുറത്തേക്കുള്ള ഫോഴ്സിനേക്കാൾ കൂടുതലും പുറത്തുനിന്ന് അകത്തേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ അവയുടെ സർഫസ് കോറിൽ നിന്നും വിട്ടുപോകുന്നില്ല. ഹീലിയം റിയാക്ഷൻ സംഭവിച്ച് കാർബണും ഓക്സിജനും ആകുന്നു. പിന്നെ അവയിൽ കാർബണും ഓക്സിജനും റിയാക്ഷൻ സംഭവിച്ച് അയൺ Fe ആയി മാറുന്നു. അയൺ ആയി കഴിഞ്ഞാൽ അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ സമ്പൂർണമായും സ്റ്റോപ്പ് ആവുന്നു. അതിനാൽ പുറത്തേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതികഠിനമായി അകത്തേക്ക് തള്ളിക്കയറുന്നു. ആ ശക്തമായ എനർജിയിൽ ഇത് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ ബ്ലാസ്റ്റിങ്ങിനെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കോർ മാത്രം ബാക്കിയാവും. അതിനെ ന്യൂട്രോൺ സ്റ്റാർ എന്ന് വിളിക്കുന്നു. സൂപ്പർനോവ എക്സ്പ്ലോഷന് ശേഷം ചില വലിയ സ്റ്റാറുകൾ ബ്ലാക്ക് ഹോൾസ് ആയി മാറപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്ന ഏതൊരു സ്റ്റാറും ഈ ഒരു അവസ്ഥയിലും ഈ ഒരു ലൈഫ് സൈക്കിളിൽ കൂടെ കടന്നു പോകുന്നവയായിരിക്കും. നമുക്ക് ഏറ്റവും അടുത്തുള്ള സൂര്യനിലും ഇതേ റിയാക്ഷൻസും ഇതേ ലൈഫ് സൈക്കിളും തന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യനിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഹീലിയമായി മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യൻ എപ്പോഴെങ്കിലും റെഡ് ജയന്റ് ആവുന്ന അവസ്ഥയിൽ സൂര്യൻ വളരെ വലുതാകുകയും ഭൂമിയെ പോലും വിഴുങ്ങുന്ന അത്രയും വലിപ്പത്തിൽ എത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇതൊക്കെ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ്. നക്ഷത്രത്തിന്റെ ലൈഫ് സൈക്കിളിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി ഇനി ഒരു ദിവസം കാണുന്നവരെ ബൈ ബൈ.